ഓം ശാന്തി. ചിലരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ആരോഗ്യം ഉണ്ടാകും, ധനം ഉണ്ടാകും, അതുപോലെ വിദ്യ ഉണ്ടാകും, നല്ല ജോലി ഉണ്ടാവും, നല്ല റിലേഷൻ ഉണ്ടാവും. എല്ലാം നിറഞ്ഞിരുന്നാലും എപ്പോഴും എന്തിനോ വേണ്ടി അവരുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ എപ്പോഴും എന്തെങ്കിലും ദുഃഖം കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. പറയും ചെയ്യും എല്ലാം എനിക്കുണ്ട്, എന്നിട്ടും എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് ദുഃഖിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ദുഃഖത്തിൻ്റെ ഫീലിംഗ് ജീവിതത്തിലുണ്ടാകുമ്പോൾ ഭഗവാൻ തന്ന അനുഗ്രഹങ്ങളൊന്നും തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരം ദുഃഖത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാകുന്നതിൻ്റെ കാരണവും അതിനു വേണ്ട കുറച്ച് നിവാരണവുമാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, ഇങ്ങനെ എല്ലാം ഉണ്ടായിട്ടും ദുഃഖം അനുഭവിക്കുന്നതിൻ്റെ അഥവാ ദുഃഖം ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം കൃതജ്ഞതയുടെ കുറവ് കൊണ്ടാണ്, അഥവാ നന്ദി കുറവാണ്. ആരോടാ നന്ദി കുറവ്? നമുക്ക് എല്ലാം അനുഭവിക്കാൻ, കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ശരീരം തന്ന ഈശ്വരനോട് നമ്മൾ എത്ര നന്ദി പറയണം. മനസ്സുകൊണ്ട് ഈശ്വരനോട് അങ്ങനെ ഒരു നന്ദി വാക്ക് പറയാത്തത് കൊണ്ട്, നന്ദിയുടെ ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട്, കൃതജ്ഞത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈശ്വരനോട് ദിവസവും നന്ദി പറയണം. ഇങ്ങനെ എല്ലാം ചെയ്യാൻ കഴിവുള്ള കണ്ണുകളും കാതും മൂക്കും എല്ലാ കഴിവുകളുള്ള ശരീരം എനിക്ക് തന്നിരിക്കുന്നല്ലോ ഭഗവാനെ, ഭഗവാന് നന്ദി എന്ന് പറയണം. അതുപോലെ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്. ഈ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ധാന്യങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിച്ചേരാൻ, ആഹാര സാധനങ്ങൾ എത്തിച്ചേരാൻ ആരെല്ലാം കഠിനാധ്വാനം ചെയ്തതിന് ശേഷമാണ് നമുക്കത് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആ കർഷകരോട്, ആ പണി ചെയ്യുന്ന സാധാരണ മനുഷ്യന്മാരോട് എല്ലാവരോടും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നന്ദി പറയണം. നമുക്കുള്ള നല്ല ഫ്രണ്ട്സിനോട്, ഭഗവാൻ തന്നിരിക്കുന്ന കഴിവുകൾക്ക് എല്ലാത്തിനും നമ്മൾ എത്രത്തോളം ഈശ്വരനോട് നന്ദി പറയുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷം അനുഭവമാകും. അതുകൊണ്ട് സന്തോഷം അനുഭവിക്കാനും ദുഃഖമകറ്റാനും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഭഗവാൻ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭഗവാനോടും നമുക്കുള്ള ഫ്രണ്ട്സിനോടും അതുപോലെ നമുക്ക് സാധനങ്ങൾ സഹായങ്ങൾ ചെയ്തു തരുന്ന എല്ലാ മനുഷ്യരോടും എന്നെന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. മനസ്സുകൊണ്ട് നന്ദി പറയണം. രണ്ടാമത് ദുഃഖമുണ്ടാക്കുന്ന വലിയൊരു കാര്യമാണ് ധനത്തിന് വേണ്ടി ജീവിക്കുക എന്നൊരവസ്ഥയായി മാറുമ്പോൾ. ധനം വലിയൊരു ഊർജ്ജമാണ്. ധനമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനും നമുക്ക് ധനം കൂടിയേ തീരൂ. പക്ഷേ ധനസമ്പാദനം മാത്രമാണ് ജീവിത ലക്ഷ്യം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ എത്ര ധനം നമ്മുടെ കയ്യിൽ വന്നാലും ദുഃഖം മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. കയ്യിൽ ധാരാളം പൈസ ഉണ്ടെങ്കിലും അതിനുപയോഗിക്കാതെ പിശുക്ക് കാണിച്ചുകൊണ്ട് അതിനെ ബാങ്കിൽ FD ഇട്ട് അല്ലെങ്കിൽ കേവലം ഇൻവെസ്റ്റ് ചെയ്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ വളരെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുന്ന കുറേ ആളുകളെ കാണാം. അവർക്ക് എന്നും ദുഃഖിക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആവരുത്. ധനമില്ലാത്തവർക്ക് ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം, ധനമുള്ളവരെ നോക്കിക്കഴിഞ്ഞാലോ ഈ ധനത്തിന് ഗവൺമെൻറ് വരുമോ, ടാക്സ് അടയ്ക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ചെക്കിങ് വന്നെല്ലാം ഇല്ലാതാകുമോ, ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഏത് രീതിയിൽ നഷ്ടപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ആ രീതിയിൽ. പക്ഷെ ധനം നമുക്ക് ആവശ്യമാണെങ്കിലും ധനം നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ കുടുംബവും നമ്മുടെ ജീവിതവും സന്തോഷമാണ് പ്രധാനം. അതിനെ സന്തോഷപ്രദമാക്കാനുള്ളൊരു സാധനമാണ് ധനം എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ധനം വേണം, പക്ഷേ അത് നമ്മൾ ജീവിക്കാൻ, നമ്മൾ സന്തോഷിക്കാൻ സഹായിക്കുന്നൊരു സാധനമാണ്. ധനത്തിന് വേണ്ടി മാത്രം ജീവിതമാകരുത്. മൂന്നാമത്, ദുഃഖത്തെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് പ്രധാന കാരണമാണ്. ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്നത് ചിലർ നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടെയുള്ള എല്ലാവരുടെയും കുറ്റങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവരിത് ചെയ്തില്ല, അവരിങ്ങനെ ചെയ്ത് ശരിയായില്ല, അങ്ങനെ എല്ലാവരുടെയും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കൂടെ ആർക്കും ജീവിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. റിസൾട്ട് എന്തായിരിക്കും? അവരുടെ ജീവിതത്തിൽ എല്ലാം പെർഫെക്ഷന് വേണ്ടി പോയി ഉള്ളതും അനുഭവിക്കാൻ സാധിക്കില്ല, സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല, കൂടെ ജനങ്ങളുടെ സ്നേഹവും ഉണ്ടാവില്ല, കൂടെ നമ്മൾ ഒറ്റപ്പെട്ട മാതിരി ഫീൽ ചെയ്യും. അതുകൊണ്ട് ആളുകൾ എങ്ങനെയാണോ അങ്ങനെ അവരെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ. ആവുന്നതുപോലെ എല്ലാവരെയും സഹായിക്കൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുമ്പോൾ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് കുറയും, പോസിറ്റീവ് തോട്ട്സ് കൂടും, നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും.
ഇനി മറ്റൊരു വലിയ നമ്മളിലുള്ള ദോഷം എന്ന് പറയുന്നത് എപ്പോഴും അതെ നമ്മൾ സെൽഫിഷായിട്ട് മാറും. അതായത് എൻ്റെ കാര്യം നടക്കണം, ഞാൻ ചെയ്യുന്ന കാര്യം ജയിക്കണം, എൻ്റെ ലക്ഷ്യം നടക്കണം, ഇങ്ങനെ മറ്റുള്ളവർക്ക് എന്തുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ, അവർക്കെന്ത് സംഭവിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ അവനവൻ്റെ കാര്യത്തിലേക്ക് മാത്രം എൻ്റെ നേട്ടം, എൻ്റെ ലാഭം, എൻ്റെ ആശയം, എൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എൻ്റെ എന്നുള്ള മോർ സെൽഫിഷ് ആവുന്നതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ദുഃഖം ഉറപ്പാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് മാത്രം പോരാ, എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അതിൻ്റെ സുഖം കിട്ടണം, അവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണം, അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ രീതിയിൽ കൂട്ടത്തോടു കൂടി പോകുന്ന ഒരു മനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും. ഏതില്ലായ്മയിലും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഐശ്വര്യലക്ഷ്മിയെ പോലെ സർവ്വ സുഖങ്ങളും നിങ്ങളുടെ ഒപ്പം എത്തിച്ചേരും. ചിലരുടെ മനസ്സിലൊരു സങ്കല്പധാരയുണ്ട്, അത് പറഞ്ഞു കേട്ടോ എവിടെന്നോ ആരെന്നോ വന്നു ചേർന്നതാണ്, ജീവിതം ദുഃഖമയമാണ്, ഇതിൽ സുഖം പ്രതീക്ഷിക്കരുത് എന്ന്. അങ്ങനത്തെ ഒരു സങ്കല്പം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സദാകാലത്തേക്ക് നിങ്ങൾ ഇല്ലാതാക്കണം, ഭസ്മമാക്കി കളയണം. ജീവിതം ദുഃഖപൂർണ്ണമല്ല. ഒരു കാര്യം ശരിയാണ്, ജീവിതത്തിൽ സുഖവും ദുഃഖവും മിക്സായി വരും, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ ജീവിതം സുഖം നിറഞ്ഞത് തന്നെയാണ്. നമ്മളെടുക്കുന്ന കാഴ്ചപ്പാട് പോലെ ഇരിക്കും ജീവിതം. എന്താണോ എൻ്റെ ജീവിതത്തിൽ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ 1 ഉള്ളതെങ്കിൽ നാളെ അത് 10 ആകും, പിന്നെ 100 ആകും, പിന്നെ 1000 ആകും, അങ്ങനെ വർദ്ധിക്കും. അതാണ് സന്തോഷം എന്ന ടോണിക്കിൻ്റെ അത്ഭുതം. അതുകൊണ്ട് ഒരിക്കലും ജീവിതം ദുഃഖമയമാണെന്നുള്ള തോട്ട്സ് പോലും ഉള്ളിൽ വയ്ക്കരുത്. ജീവിതം സുഖം നിറഞ്ഞതാണ്. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, അതിനുവേണ്ടി നമ്മുടെ സങ്കല്പം ശ്രേഷ്ഠാക്കണം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങളുടെ വിചാരധാരയെ ഒന്ന് ശ്രേഷ്ഠമാക്കുന്നതിലൂടെ ദുഃഖത്തിനെ സദാകാലത്തേക്ക് ലൈഫിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കും അത് സാധിക്കട്ടെ.